പ്രിയരെ നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൻ പ്രാകാരങ്ങളിലേറി പാവനമായി മുൻപിൽ കർത്താവിനെ വന്ദിച്ചിടുവിൻ. ഹല്ലേലൂയ ോടും ഭയത്തോടും ഉണക്കത്തോടും കൂടെ ചെവി കൊടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. വന്നവനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ملسود خيال هول البصر من صدق عرشت مريم هولندين وكانوا هواي അങ്ങനെ ശിശുവിനെ ഏറ്റുപറയുന്നു. അവർ അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലായിൽ കൂടി സഞ്ചരിച്ചു. ആരും തന്നെ അറിയണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ മനുഷ്യകൈകളിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ കൊല്ലുമെന്നും അവൻ കൊല്ലപ്പെട്ട ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും പറഞ്ഞു. എന്നാൽ അവർ ആ വചനത്തെ ഗ്രഹിച്ചിരുന്നില്ല. അവനോട് ചോദിപ്പാൻ അവർ ഭയപ്പെട്ടുമിരുന്നു. അവർ കപ്പർനാഹൂമിൽ ചെന്ന് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവരോട് വഴിക്ക് വെച്ച് നിങ്ങൾ തമ്മിൽ ആലോചിച്ചതെന്താന്ന് ചോദിച്ചു. തങ്ങളിൽ വലിയവനാരാകുന്നെന്ന് വഴിക്ക് വെച്ച് തങ്ങൾ പരസ്പരം തർക്കിച്ചിരുന്നതുകൊണ്ട് യേശുതമ്പുരാൻ മിണ്ടാതിരുന്നു. യേശുതമ്പുരാൻ ഇരുന്നിട്ട് തന്റെ 12 പേരെ വിളിച്ചവരോട് മുമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും പിമ്പനും എല്ലാവർക്കും ശുശ്രൂഷകനുമായിരിക്കണമെന്ന് പറഞ്ഞു. അനന്തരം യേശുതമ്പുരാൻ ഒരു പൈതലിനെ എടുത്ത് മധ്യേ നിർത്തി അതിനെ അടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ നാമത്തിൽ ഈ പൈതലിനെ പോലെയുള്ള ഒരുവനെ കൈക്കൊള്ളുന്നവൻ എന്നെ തന്നെയാണ് കൈക്കൊള്ളുന്നത്. അപ്പോൾ യോഹന്നാൻ അവനോട്, ഗുരുവേ, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്നവരവനെ ഞങ്ങൾ കണ്ടു. അവൻ എന്നെ നമ്മെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ വിലക്കിയെന്ന് പറഞ്ഞു. യേശുതമ്പുരാൻ അവരോട്, നിങ്ങൾ അവനെ വിലക്കേണ്ട, എന്തുകൊണ്ടെന്നാൽ എന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ട് വേഗത്തിൽ എന്നെ കുറിച്ച് ദൂഷം പറയുവാൻ ഒരുവൻ വരികയില്ല. നിങ്ങൾക്ക് വിരോധിയല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലയാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മിശിഹായ്ക്കുള്ളവൻ എന്ന നിലയിൽ ഒരു പാത്രം പച്ചവെള്ളം മാത്രം കുടിപ്പാൻ തരുന്നാർക്കും അതിന്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. ശൈനോ അശ്വോ Musealo Mulu